നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന ആള് അവരുടെ 6ാമത്തെ ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. ആളൊരു അമ്മയാണ്. മാത്രമല്ല ഓരോ യാത്രയിലും അവർക്ക് ഓരോരോ സന്ദേശങ്ങളും ഉണ്ടാവാറുണ്ട്. നമുക്ക് അയാളെ നേരിട്ട് തന്നെ പരിചയപ്പെടാം. എനിക്ക് പുറകിൽ ഇതായി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പേര് ഷൈനി. ബൈക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ്, കേരള കന്യാകുമാരി ടു കശ്മീർ, റൈഡ് ഫോർ റിസോൾവ്, ഇന്ത്യ യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, അതും 180 ദിവസം 30,000 കിലോമീറ്റർ, 28 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്ര പൂർണ്ണമായിട്ടില്ല, അതിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ചായ കുടിക്കുന്നൊരു ഷോക്കുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ കവടിയാറ് ഇടങ്ങളിലൊക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്ന് ഒരു പയ്യൻ രാത്രി ഒരു 11:30-12 ആ ഒരു ടൈമായപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പേപ്പർ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ കോഡ് ഭാഷകൾ അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു പേപ്പർ ആ ഷോപ്പിൽ കാണുമെന്ന് പറഞ്ഞു. അതല്ല എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ചോദിച്ച വേറെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ആ പേപ്പർ റോൾ ചെയ്യുന്ന പേപ്പറാണെന്ന് മനസ്സിലായതും. അപ്പം ഞാനൊരു അമ്മയാണ്, എൻ്റെ മോൻ ഇങ്ങനൊരു അവസ്ഥയിൽ നടക്കുകയാണെങ്കിൽ ഞാൻ എന്തുമാത്രം വിഷമിക്കും. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി മകനൊപ്പം രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാമമായ ഹിമാചലിലെ സ്പിതിയിൽ നിന്ന് നമ്മുടെ കുട്ടനാട്ടിലേക്കായിരുന്നു ആദ്യ യാത്ര. അതുകൊണ്ട് തൃപ്തിയായില്ല. അങ്ങനെ 28 സംസ്ഥാനങ്ങളും ചുറ്റി 30,000 കിലോമീറ്റർ താണ്ടണമെന്ന തീരുമാനമെടുത്തു. ദിവസമൊക്കെ പറഞ്ഞു വന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിൽ ഫിനിഷ് ചെയ്യുമെന്ന്. ഞാൻ ഫെബ്രുവരിയോടുകൂടെ നിർത്തണമെന്ന് പറഞ്ഞു വന്ന റൈഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏപ്രിലെങ്കിലും പോകുമായിരിക്കും. ഇപ്പോൾ എനിക്ക് കുറച്ചധികം ദിവസം ഡൽഹിയിൽ നിൽക്കേണ്ടി വന്നു. യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ വണ്ടിക്ക് പണി കിട്ടുമ്പോൾ ചെറിയ ബ്രേക്ക് എടുക്കും. എന്നിട്ട് യാത്ര വീണ്ടും തുടങ്ങും. ഉത്തരാഖണ്ഡിലെ ആദി കൈലാഷിലേക്ക് ഒറ്റയ്ക്ക് ബൈക്കോടിച്ച് പോയ ആദ്യ വനിതയും ഷൈനിയാണ്. റോഡ് ടു ഹെവൻ എന്ന് പറഞ്ഞ് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ധോളാവീര സത്യം പറയാമല്ലോ, പോയി തന്നെ ഫീൽ ചെയ്യണം. നടുക്കൊരു റോഡും 2 സൈഡിലും ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അത് അന്തമില്ലാത്ത വഴിയാണ്. ഒരു 10-31 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അയ്യോ. ഞാനിതെല്ലാ പ്രശ്നത്തിൻ്റെ ഇടയിലൂടെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ പ്രശ്നങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. 18ാമത്തെ വയസ്സിൽ 13 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നെ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു ഞാനൊരു കൊച്ചിൻ്റെ അമ്മയാവാൻ പോകുന്നു. അന്ന് കൈക്കുഞ്ഞിനെയും പിടിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അടുത്ത ഓൾ ഇന്ത്യ ട്രിപ്പ് ഷൈനി ഇപ്പോൾ തന്നെ പ്ലാനും ചെയ്തിട്ടുണ്ട്. 3 വർഷമെടുത്ത് പൂർത്തിയാക്കുന്ന യാത്രയിൽ എയ്ഡ്സ് ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ബൈക്കിൽ തന്നെ ഇന്ത്യ കടന്ന് ലോകം ചുറ്റാൻ ഷൈനി ആഗ്രഹിക്കുന്നുണ്ട്. നല്ല സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയാണ്. ഞാൻ എപ്പോഴും റെഡിയാണ്. ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു അമ്മയും അതുപോലെ അഡ്വഞ്ചറസ് വുമണുമാണ് ഷൈനി ചേച്ചി. അവരുടെ യാത്രകൾക്ക് ഭംഗിയേകുന്നത് അതിന് പുറകിലുള്ള ഉദ്ദേശങ്ങളാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ അവരുടെ യാത്രകളിൽ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനോടൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.